ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീനിൽ കാണാം. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. PSC ഓൾറെഡി ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. മെയ് മാസം 17-ാം തീയതിയാണ് പരീക്ഷ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ഒരു പരീക്ഷ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഇതാ നോക്കിക്കോ, പരീക്ഷ മെയ് മാസം 17-നാണ്. ഇനി എങ്ങനെ പഠനം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ 10th ലെവൽ പിന്നെ +2 ലെവൽ ഈ രണ്ട് ലെവലിലും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. അതായത് ഒരു ദിവസം 1-2 ചോദ്യപേപ്പർ വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി ആദ്യമൊക്കെ കുറച്ച് തെറ്റുകൾ വരും. കുറച്ച് തെറ്റുകൾ എന്തായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്യുമ്പോൾ വരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇപ്പം സേറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ LD ക്ലാർക്കിന്റെ പരീക്ഷ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. LD ക്ലാർക്കിന്റെ പരീക്ഷ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു 10 നെഗറ്റീവ് വന്നു. അപ്പോൾ ഈ 10 നെഗറ്റീവ് ഏത് ടോപ്പിക് ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ GK ആണ് നിങ്ങൾ പഠിച്ചെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് സേറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലാൻഡ് ഫോംസ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് തെറ്റിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, ആ ലാൻഡ് ഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, അത് എഴുതി വയ്ക്കുക. നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഏതൊക്കെ ടോപ്പിക്കാണ് തെറ്റിയത്. അപ്പം നിങ്ങൾക്ക് തെറ്റിയ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ തെറ്റിയ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചോദ്യം ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ ആണോ തെറ്റിയത് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ അകത്ത് ക്രോസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങളൊരു പിന്നെ ആ ഒരു ചോദ്യം പിന്നെ നിങ്ങൾ വീണ്ടും കണ്ടാൽ എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല, നിങ്ങളുടെ മൈൻഡിൽ അത് പക്കയാവും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു 2 ചോദ്യപേപ്പർ വെച്ച് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് എന്താണ് ഇപ്പോൾ ഓൾറെഡി ഈ ചോദ്യപേപ്പറുകളെല്ലാം തന്നെ എന്ത് ചെയ്യുക, അൺമാർക്ക്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മാർക്ക്ഡ് അല്ല, അൺമാർക്ക്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തെറ്റിയ ചോദ്യങ്ങൾ, ഇപ്പൊ മലയാളത്തിൽ ഒരു ചോദ്യം തെറ്റി, അപ്പൊ ആ മലയാളത്തിൽ ഇപ്പൊ നമ്മുടെ സമാന പദമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് തെറ്റിയെങ്കിൽ എന്ത് ചെയ്യുക, സമാന പദങ്ങൾ ആ ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പദവും പഠിക്കുക. പിന്നെന്താണ്, അതൊരു പക്ഷിയാണെങ്കിൽ ബാക്കിയുള്ള പക്ഷികളുടെ കൂടെ പഠിച്ചു വെച്ചിരിക്കുക, മൃഗമാണെങ്കിൽ ബാക്കിയുള്ള മൃഗങ്ങളുടെ കൂടെ പഠിച്ചു വെച്ചിരിക്കുക, ഇനി മറ്റെന്താണെങ്കിലും ഉപകരണമാണെങ്കിൽ ബാക്കിയുള്ള ഉപകരണങ്ങൾ പഠിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന വഴി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ മേഖലയിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്, അനുഭവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് 30 ദിവസം നിങ്ങൾക്ക് ഏകദേശം 60 ചോദ്യപേപ്പർ. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ചോദ്യപേപ്പറുകളുടെ എണ്ണം കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇപ്പം 2 ചോദ്യപേപ്പർ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യുക, 3 ചോദ്യപേപ്പർ ചെയ്യുക. ഇങ്ങനെ ചോദ്യപേപ്പർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, നിങ്ങൾ ഒരുപാട് ടോപ്പിക്കുകൾ കമ്മക്രസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾക്ക് സേറ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഐഡിയംസ് ആൻഡ് ഫ്രൈസസ് ചെയ്യുന്നൊരു സാധനം തെറ്റിപ്പോയി, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഐഡിയംസ് ഒക്കെ പഠിച്ചിട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ മേഖലകൾ നമുക്ക് പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും വിടാത്തൊരു സാധനമാണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ വിടാൻ പാടില്ല. അത് മാക്സിമം പഠിച്ചിട്ട് പോവുക. അത് മാക്സിമം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. സിലബസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 30 മാർക്ക്. ഇത് നിങ്ങൾ ഈ PQ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. PQ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ ഓൾറെഡി സെറ്റ് ആവും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8 മാർക്കിന്റെ മേഖലയുണ്ട്, നന്നായിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം നല്ല ഇപ്പോൾ +2 ലെവലിലെ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്കെല്ലാം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ +2 ലെവൽ ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 8-ലൊരു 6 to 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ 5 മാർക്കിന്റെ എക്കണോമിക്സ് കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ ഫുൾ മാർക്ക് വരെ കിട്ടാവുന്ന ഒരു സാധനമാണ് +2 ലെവലിലെ വരുന്ന എക്കണോമിക്സ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് പോവുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് തിരിക്കുക. അങ്ങനെ ടോപ്പിക് ഐഡന്റിഫൈ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇത് പഠിച്ചു മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു 60+ നിങ്ങൾ വാങ്ങിക്കണേ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് 60+ വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി തള്ളിപ്പോകാൻ സാധ്യതയില്ല. അവൻ എന്തായാലും ലിസ്റ്റിൽ വരും എന്നേ ഞാൻ പറയുന്നുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ നല്ല ടോപ്പിൽ വരാം. 60+, ഇപ്പോൾ ഒരു 65 മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഏറ്റവും ടോപ്പിലായിരിക്കും വരുന്നത്. പിന്നെ സ്പോർട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 12 മാർക്കൊക്കെ സ്പോർട്സ് ഉള്ള ആൾക്കാർക്ക് എന്തായി സ്ഥിതി, 12 മാർക്കൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പോൾ 77 മാർക്കായി. മനസ്സിലായില്ലേ? ഇത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള മാർക്കാണ്. പക്ഷെ നിങ്ങൾ ഈ ഇത്രയും ചോദ്യപേപ്പർ നിങ്ങൾ ഈ 2 ലെവൽ 10ന്റെയും +2ന്റെയും ചോദ്യപേപ്പർ ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളത് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ പഠിച്ച് മാറാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾ
കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചാണ്. CPO നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ CPO WCPO എന്ന പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബെയറാക്റ്റുകൾ, പുതിയ നിയമമായ നമ്മുടെ BNS, BNSS, BSA തുടങ്ങി 8 പുസ്തകങ്ങൾ അതിൻ്റെ ബെയറാക്റ്റിൽ നിന്ന് തന്നെ മാക്സിമം കാര്യങ്ങൾ, മാക്സിമം നമ്മൾ അതിൽ നിന്ന് തന്നെ എന്താണ് കോണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതായത് മദർ കോണ്ടന്റ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബാച്ചിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ റിസ്ക് എടുക്കാൻ ഞാൻ പറയില്ല, കാരണം പുതിയ നിയമങ്ങളാണ്. നിങ്ങൾ അവിടെ റിസ്ക് എടുക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, ബാച്ചിലേക്ക് വരിക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ യൂണിഫോം തസ്തികകൾക്ക് നിങ്ങൾക്ക് CPO കഴിഞ്ഞതാ CEO ഒക്കെ വരുന്നുണ്ട്, ഫയർമാൻ വരുന്നുണ്ട് അല്ലേ. ഇത്രയും പരീക്ഷകൾ നിങ്ങൾക്ക് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെ ഒട്ടുമിക്ക ഫോഴ്സിൽ IRB കിടപ്പുണ്ട്. ഒട്ടുമിക്ക ഫോഴ്സ് വരുന്ന എല്ലാ പരീക്ഷകളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഡ് യൂണിഫോം എന്ന് പറയുന്ന ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വെറും 3299 രൂപയാണ് ഈ കോഴ്സിന് വിലയായിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു നിരാശ ഇതിനകത്ത് സാധിക്കുകയില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണ്. ഇപ്പം അവരെല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ കോഴ്സിൽ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ അത്തരത്തിലൊരു ഫീൽ നിങ്ങൾക്ക് വരില്ല. വളരെ ഹോംലി ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അവരോട് സംശയങ്ങൾ ചോദിക്കാം, നേരിട്ട് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തരണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സംഭവം അതാണ്. നിങ്ങൾക്ക് അധ്യാപകരുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടാകും. അവരോട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ ചുമ്മാ അങ്ങനെ പോകുന്നില്ല. നിങ്ങൾക്ക് പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് ഈ ബാച്ചുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഏതൊരു പരീക്ഷ നേടാനാണ് നമുക്ക് വേണ്ടത് എന്താണ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനമാണ്. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി ഇട്ടോളൂ. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ദിവസവും എന്താണ്, നിങ്ങൾക്കൊരു 3 മുതൽ 5 മണിക്കൂർ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി തന്നെ നിങ്ങൾ ഇരിക്കുക. ഈ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം, ഈ ഒരു ഡെഡിക്കേഷൻ. പിന്നെ അതുപോലെ എന്താണ്, പുതിയ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ന്യൂ ടോപ്പിക്സ് പ്ലസ് റിവിഷൻ നിങ്ങൾ കൈകാര്യം ചെയ്യുക. ന്യൂ ടോപ്പിക്സ് പ്ലസ് റിവിഷൻ നിങ്ങൾ കൈകാര്യം ചെയ്യുക. ന്യൂ ടോപ്പിക്സ് പ്ലസ് റിവിഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന മേഖല. സ്പെഷ്യൽ ടോപ്പിക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് 2 CEO എക്സാംസ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഇതിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദിച്ചത് നോക്കുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ്, മാത്സും മലയാളം. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് കിടക്കുന്നത്. അതായത് ഒരു ചോദ്യ പേപ്പർ തന്നെ ഏകദേശം 30 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരും. 10 ചോദ്യ പേപ്പർ 300 എണ്ണമായി, 20 ആയപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രമാത്രം ചോദ്യങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മാത്സിന് കുറഞ്ഞത് 1 മണിക്കൂർ പകൽ സമയം നോക്കുക. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ പഠിക്കാൻ നോക്കുക. രാവിലെ പഠനം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. ഒപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കലൂടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഓടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. കൃത്യമായി ഭക്ഷണം കഴിക്കുക. മറ്റ് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത് ഒരു കാരണവശാലും. ഫോഴ്സ് ലെവലാണ്, നിങ്ങൾ മറ്റ് പരീക്ഷകൾക്ക് പോലല്ല. ഫോഴ്സ് ലെവലിൽ നിങ്ങളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനോട്ട് കയറാൻ നിങ്ങൾ അഡ്വൈസ് ആയാൽ പോലും താമസിക്കും. കുറച്ച് സുഹൃത്തുക്കൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ പറ്റിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പഠനം എന്ന് പറയുമ്പോൾ ഈ പഠനകാലം നിങ്ങൾക്ക് രസകരമാവണമെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വളരെ നന്നായിട്ട് വേണം. ആ കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാർക്ക് മൈ വേർഡ്സ്, ആരെ എടുത്തില്ല എന്ന് PSC പറഞ്ഞാൽ പോലും നിങ്ങൾക്കുള്ള അഡ്വൈസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. മനസ്സിലല്ലേ? സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, ഫയർ വുമൺ ആയിക്കോട്ടെ, WCEO ആയിക്കോട്ടെ, WCP, എന്ത് പരീക്ഷ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. മെയ് 17 ഈ തീയതി നിങ്ങൾ മറക്കാതിരിക്കുക. മെയ് 17 എന്ന തീയതി നിങ്ങൾ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിരിക്കുക. ഈ ദിവസം നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഈ വർഷത്തെ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ആ ഒരു ഫുള്ളൊരു ഓറ നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമാവുക. മാക്സിമം ആൾക്കാർ, പറ്റുന്ന ആൾക്കാർ, പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഈ ഒരു പഠന രീതി ഫോളോ ചെയ്ത് നിങ്ങളുടെ ഇഷ്ട ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷനിൽ ഞാൻ താൽക്കാലിക വിരാമം നേടുന്നു. അപ്പോൾ താങ്ക് യു ഓൾ. നല്ലൊരു പഠനകാലം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ.